അറിയാമല്ലോ, എലിസബത്ത് എൻ്റെ അനിയത്തിയാ. അതുകൊണ്ടാണ് എലിസബത്തിനെ തന്നെ മഹാലക്ഷ്മിയെ കാണിക്കണമെന്ന് ഞാൻ കണ്ണനോട് പറഞ്ഞത്. എന്തൊക്കെയാണോ ഇവിടെ സംഭവിക്കുന്നത്? മഹാലക്ഷ്മിയെ നോക്കുന്ന ഗൈനക്കോളജിസ്റ്റ് പറഞ്ഞിട്ട് വേണോ ഞാനിതൊക്കെ അറിയാൻ? ഇതൊക്കെ നേരത്തെ എന്നോട് പറയേണ്ടോടൂ, എങ്കിൽ ഞാനിതൊക്കെ സോൾവ് ചെയ്ത് തരില്ലേ? അമ്മയാകാൻ പോകുന്ന ഒരു പെൺകുട്ടിക്ക് താങ്ങാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇവിടെ നടന്നതൊക്കെ. മഹാലക്ഷ്മി അബദ്ധം കാണിച്ചു. രണ്ടു കൂട്ടരുടെയും ഇടനിലക്കാരായി നിന്ന നിങ്ങളും അബദ്ധം കാണിച്ചു. മോളെ, ആരോഗ്യമുള്ളൊരു കുഞ്ഞിന് മഹാലക്ഷ്മി ജന്മം നൽകണം. ആ കുഞ്ഞിനെ ലാളിക്കണം. ഇതൊക്കെയല്ലേ മോളുടെ ആഗ്രഹം? അതിനു വേണ്ടിയിട്ടല്ലേ മോൾ ആ കുട്ടിയെ കൂടെ നിർത്തിയിരിക്കുന്നത്, നന്നായി നോക്കുന്നത്? എന്നിട്ട് അതിന് കോട്ടം തട്ടുന്ന കാര്യങ്ങളാണല്ലോ ഇപ്പൊ നടന്നൊക്കെ. ഡോക്ടർ എന്താ സാറേ പറഞ്ഞത്? അമ്മയ്ക്കും കുഞ്ഞിനും ഇപ്പൊ കുഴപ്പങ്ങളൊന്നുമില്ല എന്നുവെച്ച് ആ സ്റ്റേജിന് ചിലപ്പോൾ മാറ്റങ്ങളുണ്ടാവും. സാറേ, എല്ലാം ദൈവത്തെ മാത്രം അർപ്പിച്ച് നമ്മൾ നമ്മുടെ കടമ ചെയ്യാതിരിക്കുന്നതിൽ അർത്ഥമില്ല മോളെ. മഹാലക്ഷ്മി ദുർബലയാണ്. പക്ഷേ അവൾക്ക് ചിലപ്പോൾ ഇതൊക്കെ കണ്ണനോട് പറയാനുള്ള ധൈര്യം ഉണ്ടായെന്ന് വരില്ല. എന്നാൽ അതുപോലെയല്ല നിങ്ങളുടെ കാര്യം. എത്ര വർഷത്തെ ഫ്രണ്ട്ഷിപ്പാ നിങ്ങൾ രണ്ടാളും തമ്മിലുള്ളത്? അനന്തു, കണ്ണന്റെ അച്ഛൻ മരിക്കുന്നതിന് മുമ്പേ തുടങ്ങിയ ബന്ധമല്ലേ അത്? കണ്ണന്റെ അച്ഛൻ മരിച്ച ശേഷമുള്ള അവസ്ഥയും മനപ്പാടെ വന്നെനിക്ക്. എന്നിട്ടാണ് ഇക്കാര്യത്തിൽ താൻ നിസ്സംഗനായത്. ഞാനെന്തായാലും അയാളെ ഒന്ന് വിളിക്കട്ടെ. അയ്യോ, തോമസ് സാറാണല്ലോ. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഹലോ സാറേ. എടോ, താൻ അവിടെ വാശിയും വൈരാഗ്യമായിട്ടിരുന്നോ? തന്റെ ഭാര്യ ഇവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാ, ICUല. സാറേ, ഇനി ഞെട്ടിയിട്ട് എന്താ കാര്യം? സാറിന്റെ അടുത്താണോ അവള്? ICUലാണെന്ന് ഞാൻ പറഞ്ഞില്ലേ? അവിടെ ICU ഉണ്ടോ? ഇവിടെ താൻ മഹിയെ കാണിക്കുന്ന എന്റെ സിസ്റ്ററിന്റെ ഹോസ്പിറ്റലിൽ തന്നെയാ മഹാലക്ഷ്മി അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്. വരാൻ പറ്റുമെങ്കിൽ വരാൻ നോക്ക്, ഞാൻ നിർബന്ധിക്കില്ല. സാറേ, കണ്ണേട്ടന്റെ മനസ്സിനെ മുറിവേൽപ്പിച്ചതിന് ഞാൻ ക്ഷമ ചോദിക്കുക. അയാൾ അപ്സെറ്റാണ്. ഉടനെ എത്തുമെന്നാ തോന്നുന്നത്. എന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ മഹി വീട്ടിൽ നിന്ന് പോയത് സാറേ. എനിക്ക് തോന്നുന്നത് കണ്ണൻ്റെ അടുത്തോട്ട് തന്നെ പോയെന്നാ. അവിടെ ചെന്നിട്ട് എന്താ സംഭവിച്ചെന്ന് അറിയില്ല. ആട്ടി പായിച്ചു കാണും കണ്ണേട്ടൻ. ആ ഷോക്കിൽ തന്നെ പാവം തലചുറ്റി വീണത്. ഞാൻ ഇടയ്ക്കൊന്ന് വിളിച്ചായിരുന്നു, അവനെടുത്തില്ല. സാറ് വിളിച്ചപ്പോൾ സീരിയസ് ആണെന്ന് മനസ്സിലായി, അതുകൊണ്ടാണ് എടുത്തത്. അയാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പാകതയും പക്വതയും എത്തിയ ചെറുപ്പക്കാരനാ കണ്ണൻ. നല്ല മനസ്സുള്ള ആളാണ്. പക്ഷേ മഹാലക്ഷ്മി എത്തുന്നതിന് മുമ്പ് കണ്ണന്റെ പ്രാണനെന്ന് പറയുന്നത് അയാളുടെ അച്ഛനാ. ആ പ്രാണനാണ് സ്വന്തം കൺമുന്നിൽ പിടഞ്ഞു വീണ് മരിച്ചത്. അന്ന് അയാൾ അനുഭവിച്ച ആ വേദനയൊക്കെ ഇങ്ങനൊരു കാര്യം അറിഞ്ഞപ്പോൾ ഓർത്തു കാണും. അങ്ങനെയുള്ളൊരു മകന് പ്രഗ്നന്റായ ഭാര്യയോടെന്നല്ല സ്വന്തം അമ്മയോട് പോലും ക്ഷമിക്കാൻ പറ്റില്ല. അതൊക്കെ അറിയാവുന്നുണ്ടോ സാറേ? അവന്റെ മുമ്പിൽ പോയി സത്യം പറയാൻ ഞങ്ങൾ മടിച്ചത്. എങ്കിലും അവൻ അറിഞ്ഞെന്നുള്ള കാര്യം ഉറപ്പാ. ഒരുത്തം ബാധ കൂടിയിട്ട് സത്യങ്ങൾ പുലമ്പിക്കൊണ്ട് നടക്കുകയായിരുന്നല്ലോ. അവൻ നോർമലായെങ്കിൽ അവനെ കൊണ്ടുപോയി ജയിലിൽ അടയ്ക്കണം. കണ്ണേട്ടൻ വരുവാണെങ്കിൽ സാറ് ശരിക്കൊന്ന് ഉപദേശിക്കണം. ഉപദേശിക്കുകയും ശാസിക്കുകയും ഒക്കെ വേണം. അവർ രണ്ടാളും
രണ്ട് ദിശയിൽ ജീവിക്കേണ്ടവരല്ല, എന്നും ഒന്നിച്ച് കഴിയേണ്ടവരാ. എൻ്റെ അടുത്ത് ചികിത്സ തേടി ഒരുപാട് പേര് വരാറുണ്ട്. ആ സമയത്തൊക്കെ അവരുടെ മുൻപിൽ ചൂണ്ടിക്കാണിക്കുന്നത് കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും ജീവിതമാണ്. പ്രത്യേകിച്ച് അത്യാവശ്യം പ്രശ്നക്കാരായ ഫാമിലിയോടൊക്കെ ഞാൻ അവരെക്കുറിച്ച് പറയാറുണ്ട്. വീൽചെയറിലായ കണ്ണന് മഹാലക്ഷ്മി ഭാര്യയായതും പിന്നീട് മഹാലക്ഷ്മി ജീവിതം തിരിച്ചു പിടിച്ചതുമൊക്കെ. അങ്ങനെയുള്ളവര് ഇപ്പൊ വേർപിരിഞ്ഞ് നിൽക്കുകയാണെന്ന് പറഞ്ഞാൽ ആർക്കും അത് സഹിക്കാൻ പറ്റില്ല. അമ്മേ, എല്ലാം എനിക്കറിയാം. ഒന്നും സംഭവിക്കില്ല അമ്മയ്ക്കും കുഞ്ഞിനും. എങ്കിലും ഒന്ന് പറയാം മോനെ, ആ കൊച്ചിന്റെ മനസ്സ് നോവുന്നത് മോന് നല്ലതല്ല. ഉള്ളിൽ എന്തെങ്കിലും സംശയം വെച്ചുകൊണ്ട് അതിനെ വേദനിപ്പിക്കാനും പാടില്ല. ദൈവം കൂട്ടി യോജിപ്പിച്ചവരെ പിന്നെ ആര് വിചാരിച്ചാൽ പോലും വേർപെടുത്താൻ പറ്റില്ല, ദൈവത്തിനല്ലാതെ. ചെല്ല്, ആശുപത്രിയിലേക്ക് ചെല്ല്. ഇനിയും അറിയാത്തത് പലതും മോനെ അറിയാനുണ്ട്. ചെല്ലു മോനെ. കണ്ണേട്ടൻ ഇനിയും വന്നില്ലല്ലോ. ഇനിയും അവന്റെ വാശിയും ദേഷ്യം കൊണ്ട് അവിടെ ഇരിക്കട്ടെ. ഇനിയും അവൻ വരുന്നില്ലെങ്കിൽ അവനുമായിട്ടുള്ള സൗഹൃദത്തിന് പോലും അർത്ഥമില്ല. ഒരു ഓൺലൈൻ ചാനൽ വഴി സാറിന്റെ പ്രോഗ്രാം മഹാലക്ഷ്മി വളരെ യാദൃശ്യമായിട്ടാണ് കാണുന്നതും പിടിച്ച പിടിയാലെ കണ്ണനെ സാറിന്റെ അടുത്ത് എത്തിക്കുന്നതും. അതിനുശേഷമാണ് അവൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ അവന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. മഹി എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇരട്ടി നന്മ ചെയ്താണെന്ന് അവൻ ഓർക്കണ്ടേ? ദേ വരുന്നുണ്ട്. എടാ മഹി, ഇപ്പോഴെങ്കിലും ഒന്നും വരാൻ തോന്നിയല്ലോ. മഹി അവിടെ വന്നപ്പോ നീ എന്താണ് മഹിയോട് പറഞ്ഞേ? കുറച്ച് ഹാർഡായിട്ട് സംസാരിച്ചു. എടാ, ജീവിതത്തിൽ നടന്നതെല്ലാം നിന്നോട് പറഞ്ഞിട്ടുണ്ട് മഹി. ആകെ കൂടി പറയാതെ പോയത് ആ അപകടത്തെക്കുറിച്ച് മാത്രമാണ്. ഓരോ പ്രാവശ്യം അത് പറയാൻ വരുമ്പോഴും നിന്റെ മനസ്സിൽ അച്ഛനുള്ള സ്ഥാനത്തെപ്പറ്റി മഹി കൂടുതൽ അറിയായിരുന്നു. അങ്ങനെയുള്ളപ്പോ ആരായാലും സത്യങ്ങൾ പറയാൻ മടിക്കും. അല്ലെങ്കിൽ തന്നെ ആ അപകടത്തിൽ 5 വയസ്സായ മഹി സാക്ഷിയായെന്നല്ലാതെ അതിൽ മഹിക്ക് ഒരു പങ്കുമില്ലല്ലോ. ഈ സത്യം അറിഞ്ഞപ്പോ നിങ്ങൾക്കെങ്കിലും എന്നോട് പറയാറുന്നില്ലേ? പറഞ്ഞിട്ട് എന്താണ് പ്രയോജനം?
എടാ നിനക്കറിയോ ഞങ്ങളിത് അറിയുന്നത് ഈ അടുത്ത സമയത്താ. അപ്പോ നിന്നോട് ഇതേപ്പറ്റി പറഞ്ഞാലും ഇത്രയും നാളെ നിന്നിൽ നിന്ന് അത് ഒളിപ്പിച്ചതിന്റെ പേരില് മഹിയോടുള്ള നിന്റെ പ്രതികരണം ഇത് തന്നെയായിരിക്കും. ഞങ്ങളോട് മഹി സത്യങ്ങൾ പറഞ്ഞത് തന്നെ ഞങ്ങൾ കണ്ണേട്ടനോട് പറയാനാ. പക്ഷേ മഹിയെ പോലെ തന്നെ ഞങ്ങൾക്ക് അതിനേക്കാൾ കൂടുതൽ അറിയാം കണ്ണേട്ടന്റെ ജീവിതത്തിൽ അച്ഛനുള്ള സ്ഥാനത്തെ പറ്റി. അതുകൊണ്ടാ ഞങ്ങളെല്ലാം മൗനം പാലിച്ചത്. കണ്ണാ, താനെന്ന് വന്ന് എനിക്ക് തന്നോട് സംസാരിക്കാനുണ്ട്. സാറേ, മഹിക്ക് ഇവിടെ എലിസബത്തിന്റെ ഭാഗത്ത് വീഴ്ചയൊന്നും ഉണ്ടാവില്ല. എൻ്റെ അനിയത്തി തന്നെ തൻ്റെ ഭാര്യയെ നോക്കാനായി തിരഞ്ഞെടുത്തത് ട്രീറ്റ്മെന്റിനോടൊപ്പം മഹാലക്ഷ്മിക്ക് സാന്ത്വനം കിട്ടാനാ. എന്നാ അതിനൊക്കെ ഒരുപാട് മുകളിലാടൂ ആ കുട്ടിക്ക് തൻ്റെ പ്രസൻസ്. അതിന് പകരം വെക്കാൻ ഒരു ട്രീറ്റ്മെന്റിനും കഴിയില്ല, ഒരു ഡോക്ടർക്കും കഴിയില്ല, ആർക്കും കഴിയില്ല. താൻ വാ. എന്താടോ കണ്ണ ഇത്? തന്നെ പോലെ പക്വതയുള്ള ഒരാളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ട പ്രവൃത്തികളാണോ ഇപ്പോൾ ഉണ്ടായേ? എടോ, തന്റെ കുഞ്ഞാടോ മഹിയുടെ വയറ്റിൽ കിടക്കുന്നത്? എനിക്ക് പെട്ടെന്നൊന്നും നിയന്ത്രിക്കാൻ പറ്റിയില്ല സാറേ. തന്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാൽ അത് എനിക്ക് താങ്ങാൻ പറ്റൂടൂ. അല്ല, തന്റെ ബുദ്ധിശക്തിക്ക് ശരിക്കും എന്താണോ സംഭവിച്ചത്? അറിയില്ല സാറേ. എടോ, ഇങ്ങനൊരു സംഭവം ഉണ്ടായപ്പോ താൻ എന്നെ വിളിക്കാത്ത എന്താ? അല്ലെങ്കിൽ എന്നെ വന്ന് കാണാത്ത എന്താ? എടോ, താനിങ്ങനെ നടക്കുന്നത് മഹാലക്ഷ്മിയുടെ കഠിനാധ്വാനത്തിന്റെ ഫലമാ. ആ കുട്ടി തന്റെ ഭാര്യയായിട്ട് വരുമ്പോ കൈപിടിച്ച് നടത്താനൊരു പെൺകുട്ടി. അതിനപ്പുറം നിങ്ങളുടെ ബന്ധത്തിന് ഒരർത്ഥവും ഉണ്ടായിരുന്നില്ല. ഒരു കുടുംബജീവിതം പോലും നിങ്ങൾക്കുണ്ടാവുമെന്ന് അന്നാരും കരുതിയിരുന്നില്ല. അവിടുന്നാണ് ഈ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിമറിഞ്ഞത്. ആ എത്തിയോ? ഇപ്പോഴെങ്കിലും വന്നല്ലോ. ഡോക്ടറെ, എങ്ങനെയുണ്ട് മഹിക്ക്? വലിയ കുഴപ്പമൊന്നുമില്ല. ഇവിടെ കൊണ്ടുവരുമ്പോ BP ഷുഗറും ഒക്കെ ഡൗൺ ആയിരുന്നു. ശ്വാസം എടുക്കാനും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആ എന്നാ പിന്നെ പോയി കണ്ടോ. ശരി ഡോക്ടർ. ഇച്ചായ സംസാരിച്ചില്ലേ? സംസാരിക്കുന്നതിനിടയിലെ എലിസബത്ത് വന്നത്. ഇനി ഒന്നുകൂടി കാര്യങ്ങൾ വിശദമായി സംസാരിക്കണം. ഒരിക്കലും പിണങ്ങി രണ്ട് ദിശയിൽ ജീവിക്കേണ്ടവരല്ല. പിന്നെ കണ്ണൻ അത്രത്തോളം പ്രിയപ്പെട്ട ആളായിരുന്നു കണ്ണന്റെ അച്ഛൻ. അതിന്റെ പ്രതിഷേധം അയാൾ കാണിച്ചത്. എന്നാലും അത് കുറച്ച് കൂടിപ്പോയല്ലോ ഇച്ചായ. കണ്ണേട്ടനിങ്ങനെ ഓർത്ത് കിടക്കുമായിരുന്നു. എനിക്ക് നല്ല വിഷമമുണ്ട് കാര്യങ്ങൾ ഇത്രയും കൊണ്ടെത്തിച്ചേന്.
എല്ലാത്തിനും കാരണക്കാരി ഞാനല്ലേ കണ്ണേട്ട. പിന്നെന്തിനാ വിഷമിക്കുന്നേ? കണ്ണേട്ടനോട് സത്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോ വല്ലാത്തൊരു ആശ്വാസമായിരുന്നു എനിക്ക്. എന്നാലും അനന്തേട്ടന്റെ വീട്ടിലെത്തിയപ്പോ മനസ്സിന്റെ ഭാരം കൂടി. അവിടെയാ ഞാൻ ദേഹം കുഴഞ്ഞു വീണത്. അധികം സംസാരിക്കണ്ട. ഞാൻ പുറത്തുണ്ട്. കണ്ണേട്ടാ, കണ്ണേട്ടൻ പോകാതെ. എനിക്ക് കുറച്ച് കാര്യങ്ങളൂടി പറയാനുണ്ട്. എന്താ? അന്നത്തെ ആക്സിഡന്റിനെ പറ്റി ഇനി പറയേണ്ട കാര്യമില്ലല്ലോ. അന്ന് ആക്സിഡന്റിന്റെ തൊട്ടു മുമ്പ് ഒരമ്മ വൃശ്ചിക മാസമായിട്ട് കണ്ണേട്ടൻ ഒരു അയ്യപ്പ വിഗ്രഹം തന്നില്ലായിരുന്നോ? ആ, തന്നിരുന്നു. അപകടം നടന്ന ശേഷം അതിന് ദൃക്സാക്ഷി ആയതുകൊണ്ട് ആ സംഭവം എന്നെ വല്ലാതെ പിടിച്ചുലച്ചു. പിറ്റേ ദിവസം എനിക്ക് മനസ്സമാധാനം കിട്ടിയില്ല. ഞാൻ അപകടം നടന്ന സ്ഥലത്തെത്തി. അവിടെ ആകെ തിരയുന്ന സമയത്ത് ഞാനത് കണ്ടത്. ഒരയ്യപ്പ വിഗ്രഹം. ആരുടെയും കണ്ണിൽപ്പെടാതെ അത് കിടക്കുമായിരുന്നു. ഞാനതെടുത്തു. അന്ന് തൊട്ട് ആ അയ്യപ്പ വിഗ്രഹത്തിന് മുന്നിൽ വിളക്കൊളുത്തി ഞാൻ പ്രാർത്ഥിക്കുന്നത് കണ്ണേട്ടന് ഒരാപത്ത് സംഭവിക്കരുതെന്ന്. അങ്ങനെ പ്രാർത്ഥിച്ച് അവസാനം അന്ന് അപകടം പറ്റിയ ആളെ ഞാൻ പ്രത്യക്ഷപ്പെടുത്തുകയായിരുന്നു. എന്റെ മുന്നിലോട്ട് കൊണ്ടുവരുമായിരുന്നു. അല്ലെങ്കിൽ അയ്യപ്പ സ്വാമി അതിന് നിമിത്തമാവുമായിരുന്നു. വിശ്വസിക്കാൻ പറ്റുന്നില്ലടോ. അപ്പോ എന്റെ കയ്യിലിരുന്ന അയ്യപ്പ വിഗ്രഹത്തിന് മുമ്പിലാ താൻ തിരി തെളിയിക്കുന്നല്ലേ? അതെ കണ്ണേട്ടാ. ഇടയ്ക്ക് കണ്ണേട്ടൻ അന്ന് നഷ്ടപ്പെട്ട അയ്യപ്പ വിഗ്രഹത്തെ പറ്റി, അതിന് ഞാൻ പൂജിക്കുന്ന അയ്യപ്പ വിഗ്രഹമായിട്ട് സാമ്യമുണ്ടെന്നൊക്കെ പറയുമ്പോ ഞാനിതൊക്കെ ഓർക്കും. അപ്പോഴൊക്കെ എന്റെ മനസ്സിൽ ഓർക്കുന്നത് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് നമ്മൾ തമ്മിൽ ഒന്നിക്കാനായിരുന്നു എന്ന്. ഇന്ന് അവസാനമായിട്ട് മഹി എൻ്റെ അടുത്ത് വന്നപ്പോ താൻ എന്നോട് മാപ്പ് ചോദിച്ചു. ഇപ്പോ ആത്മാർത്ഥമായിട്ട് എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന എന്റെ അച്ഛനെ സാക്ഷിയാക്കി, ആ അയ്യപ്പ വിഗ്രഹത്തെ സാക്ഷിയാക്കി ഞാൻ തന്നോട് മാപ്പ് ചോദിക്കുക, എന്റെ തെറ്റുകൾ ഏറ്റു പറയുക. അതിന്റെ ഒന്നും ആവശ്യമില്ല കണ്ണേട്ടാ. ഇതൊരു നിസ്സാര സംഭവമല്ല. ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് നടന്നത്. അതുകൊണ്ട് തന്നെ ഇന്നും അതെല്ലാം എന്റെ മുന്നിൽ ഇന്നലെ എന്നോണം പച്ച പിടിച്ച് നിൽക്കുക കണ്ണേട്ടാ. ആ സംഭവത്തിന് ശേഷം ഞാൻ കുറെ നാൾ കണ്ണേട്ടന്റെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. കണ്ണേട്ടൻ വീൽ ചെയറിൽ വരുന്നത് ഒരിക്കൽ കണ്ടിരുന്നു.
ഞാൻ ആ അയ്യപ്പ വിഗ്രഹത്തിന് മുന്നിൽ പോയി നിന്ന് ഒരുപാട് കരഞ്ഞു, ഏങ്ങലടിച്ച് കരഞ്ഞു. ആ കരച്ചിലിനൊക്കെ ഇത്തിരി വൈകിട്ടാണെങ്കിലും ഫലം കണ്ടല്ലോ കണ്ണേട്ട. ഞാൻ നടന്നതല്ല ഏറ്റവും വലിയ ആശ്വാസം, മറിച്ച് ആ സംഭവത്തിലൂടെ തന്നെ എനിക്ക് കിട്ടിയതാ. അച്ഛന്റെ നഷ്ടം ഒരിക്കലും പരിഹരിക്കാനാവില്ല, എങ്കിലും അതിന് പരിഹാരം എന്നോണം തന്നെ എനിക്ക് തന്നല്ലോ. അത് ചെറിയ കാര്യമല്ല. Da 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 da.